ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 കോഴികൾ മുട്ട ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ 5 ആളും ഓരോ ദിവസങ്ങളിൽ ഓരോന്നൊക്കെ ആയിട്ടേ ഇടാറുള്ളൂ. ഒരാൾ എന്താ പറയുക, 5 ആളും ഒരേ ദിവസം ഇടാറില്ല കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഒന്നായിരിക്കും കിട്ടുക, ചിലപ്പോൾ 5 എണ്ണം കിട്ടും, ചിലപ്പോൾ 2 എണ്ണം കിട്ടും. അങ്ങനത്തെയൊക്കെ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു മുട്ടയാണ് ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടിയൊരു മുട്ടക്കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം കുട്ടികൾക്ക് കറി ഇല്ലാണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ എന്താ പറയുക, രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കട്ടോ. പക്ഷേ ഇവർക്ക് മദ്രസ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും കറിയും കടിയും ഒക്കെ മസ്റ്റാണ്. വേറൊന്നും അവരങ്ങനെ കഴിക്കാറില്ല, അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ശീലമാക്കിയത് കൊണ്ട് തന്നെ അവർക്കതൊക്കെ വേണം താനും. നമ്മൾ എന്തും നമ്മൾ ശീലമാക്കുന്നിടത്താണല്ലോ നമ്മുടെ കുട്ടികളെ ആണെങ്കിലും നമ്മുടെ ഒപ്പരമുള്ളവരാണേലും ഒക്കെ നമ്മൾ എന്താണോ ശീലമാക്കുന്നത് അതാണ് അവരുടെ ശീലം. അപ്പോൾ പിന്നെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഞാൻ മറ്റേ പൊടിയും കൊണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പത്തിരിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ചായക്ക് കൊടുത്ത് മദ്രസയിലൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിറ്റേന്നത്തെ മുതലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ ഒരുക്കി വെച്ച് ചിലപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബിൻ്റെ സമയത്ത് കുട്ടികൾ നിസ്കരിക്കുന്ന സമയത്താണ് ഞാനിത് മടക്കി വെക്കുന്നത് കേട്ടോ. കാരണം ആരും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിസ്കരിക്കാനും. കുറച്ച് നമ്മുടെ ഒരു റൂമിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ളൂ കേട്ടോ. ആകെ 2 റൂമേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് ഉള്ള റൂമിൽ ഉപ്പയും ഉമ്മയും അവിടെ നിസ്കരിക്കും. ഇവിടെ കുട്ടികളാണ് നിസ്കരിക്കുക. ഞങ്ങളും ഇവിടെ നമ്മുടെ റൂമിൽ നിസ്കരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികളുടെ നിസ്കാരം എൻ്റെ തുണിമടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരം ഓത്തും. പിന്നെ അവിടെ അവരെ പഠിപ്പിക്കലും അങ്ങനത്തെയൊക്കെ ഓരോ പരിപാടി ആയിക്കോട്ടെ ഒരു 8:30 വരെയൊക്കെ. പിന്നെ 8:30 നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം ഇടാകുന്നുണ്ട്, പിന്നെ ഭയങ്കര മടിയായി പോകും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അധികം റൈസ് കുക്കറിലാണ് ഞാൻ ചോറ് വെക്കാറ്. കാരണം അടുപ്പ് കത്തിക്കാൻ ഭയങ്കര മടിയായിട്ടുണ്ട്. ആദ്യമൊക്കെ അടുപ്പത്ത് തന്നെയായിരുന്നു കേട്ടോ വെക്കാറ്. ഇപ്പം പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നേരത്തേക്ക് കറക്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ വെച്ചാൽ മതിയല്ലോ. ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാറ്. അപ്പം നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ കെറ്റിലിൽ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് ഗ്യാസും നമുക്ക് നല്ലവണ്ണം എളുപ്പമാവും കേട്ടോ. നല്ല എന്താ പറയുക, ബാലൻസ് ആവും ഗ്യാസ്. അത്ര ചിലവ് വരുന്നില്ല കേട്ടോ. കെറ്റിലിൽ നമ്മൾ എന്തായാലും വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ചും കിട്ടും. പിന്നെ ഇതൊക്കെ ഞാൻ ഇൻഡോറായിട്ട് അടുക്കളയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വളർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഞാനില്ലാത്ത സമയത്ത് ആരോ അതിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് പോയിട്ട് അത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കെറ്റിലിൽ വെള്ളമൊക്കെ വെച്ച് ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വെച്ചിട്ടോ. ഒരു റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടുന്നുണ്ട്. നമുക്ക് സമയം നന്നായിട്ട് ലാഭം കിട്ടും കേട്ടോ. ഇത് നമ്മൾ പോകുന്ന സമയത്ത് ഇതാണ് എനിക്ക് എളുപ്പം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഗ്യാസ് വേറെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.
അങ്ങനെ ടൈമും നമുക്ക് ലാഭമാണ്. അപ്പം ഞാൻ പരത്തി കഴിയുന്നവരെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അതിനിഷ്ടമാണ് ഇങ്ങനെ എല്ലാം ചെയ്തൊക്കെ തരും കേട്ടോ. അതേമാതിരി ഉള്ളി തൊലിക്കുക, തക്കാളിയൊക്കെ മുറിച്ചിടുക, അങ്ങനത്തെയൊക്കെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പരത്താൻ, ഞാൻ ചൂടാന്നൊക്കെ പറഞ്ഞ് അടുത്ത് കൂടി വരും കേട്ടോ. ഞാൻ വിചാരിച്ചു എന്നാൽ ഓനും കുറച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ നമുക്കും ഒരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പം ഞാൻ പരത്തി കഴിയുന്നവരെ അവനെ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ തന്നെ ചുടാൻ നോക്കി. പിന്നെ അത് അവർ രാവിലെ തന്നെ കുളിക്കാനൊക്കെ പോവാണ് കേട്ടോ. ഇന്നിപ്പോൾ മദ്രസ ഇല്ലാത്തൊരു ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് പിന്നെ അവർ കുളിക്കാനൊക്കെ ഇറങ്ങുന്നത്. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ചപ്പാത്തിയും പൂരി അങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോഴത്തേക്കും അവർ കുളിക്കുകയും മാറ്റിയും ഒക്കെ ചെയ്യണം. 9 മണിക്ക് അവർക്ക് സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പോഴത്തേക്കും അവർക്ക് റെഡിയാവും വേണം.